മക്കളെ അടിച്ച് പൂക്കുറ്റിയയക്കൂ. വി.ഡി. സതീശൻ പ്രഖ്യാപിച്ച മദ്യനയം, അദ്ദേഹം ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച മദ്യനയം കേരളത്തിലെ വരും തലമുറകളെ നശിപ്പിക്കും എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അത്രമാത്രം കേരളത്തിൽ മദ്യം ഒഴുകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വി.ഡി. സതീശൻ എക്സൈസ് മന്ത്രിയോട് പോലും ആലോചിക്കാതെ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ഈ മദ്യനയം നമ്മുടെ തലമുറകളെ തകർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപാദനം എന്നത് LDF സർക്കാരിൻ്റെ നയമായിരുന്നു. പിണറായി വിജയൻ സർക്കാരിൻ്റെ നയമായിരുന്നു. ചക്ക, കശുമാങ്ങ, വാഴപ്പഴം, പൈനാപ്പിൾ, ജാതിത്തൊണ്ട് തുടങ്ങിയവയിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം കർഷക കൂട്ടായ്മകൾക്കോ കർഷകർക്കോ നിർമ്മിക്കാം എന്നുള്ളതായിരുന്നു LDF സർക്കാരിൻ്റെ നയം. അതേ നയം തന്നെ വി.ഡി. സതീശൻ ഇപ്പോൾ നടപ്പാക്കുകയാണ്. പിണറായി വിജയൻ മെയ്ഡ് ആൻ അലിഗേഷൻ അല്ലേ? യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഈ വീര്യം കുറഞ്ഞ ബിയറും വൈനും അല്ലാത്ത വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള കാറ്റഗറി ഉണ്ടാക്കിയത് പിണറായി സർക്കാരാണ്. ഇങ്ങനത്തെ ഒരു കാറ്റഗറി വേണം. ആ കാറ്റഗറിയെ പ്രോത്സാഹിപ്പിക്കണം. സംസ്ഥാനത്ത് അവരുടെ ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ്, ഞങ്ങളെടുത്ത തീരുമാനമല്ല. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കണം എന്നത് അവരുടെ പോളിസിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. 0.5% തൊട്ട് 20% വരെ ആൽക്കഹോളിക് കണ്ടന്റുള്ള ബിയറും വൈനും അല്ലാത്ത വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ അവരിത് പറഞ്ഞ മാത്രമേ ഉള്ളൂ, അതിന് ടാക്സ് ഫിക്സ് ചെയ്തില്ല. അതിന് ടാക്സ് ഫിക്സ് ചെയ്യണം, പർട്ടിക്കുലർ ടാക്സാണ്. വീര്യം കൂടിയ മദ്യത്തിൻ്റെയും ബിയറിൻ്റെയും വൈനിൻ്റെയും ടാക്സ് അല്ലാതെ ഞങ്ങളൊരു ടാക്സ് ഫിക്സ് ചെയ്തു. അതിൽ 0.5 വരെയുള്ളതിന് ഞങ്ങൾ 120, അതുപോലെ 0.20 വരെയുള്ളതിന് 20% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതിന് ഞങ്ങൾ 175% ഫിക്സ് ചെയ്തു. ഒരു ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യാതെ ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിലേക്ക് വരില്ല. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ പോളിസിയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഞങ്ങൾ ടാക്സ് ഇട്ടത് വീര്യം കുറഞ്ഞ മദ്യം എന്താണ് മദ്യ ലോബിയുമായിട്ടുള്ള ഏർപ്പാടാണ്. ഇത് തീരുമാനം എടുത്തതിന്റെ മുഴുവൻ ഡീറ്റെയിൽസുമായി പ്രൊഡ്യൂസ്. അന്ന് LDF സർക്കാർ ഈ നയം പ്രഖ്യാപിക്കുമ്പോൾ 2024 മാർച്ച് 6 ഇന്നത്തെ മുഖ്യമന്ത്രിയായ ഇതേ നയം പ്രഖ്യാപിച്ച വി.ഡി. സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കെ പറഞ്ഞ വാചകങ്ങൾ നമുക്ക് കേട്ടിട്ട് വരാം. ഇത് കോടികളുടെ കൊള്ളയ്ക്കുള്ള അവസരമാണ് ഈ മദ്യം വീര്യം കുറഞ്ഞ മദ്യനിർമ്മാണം എന്നായിരുന്നു അദ്ദേഹം 2004 മാർച്ച് 6 പറഞ്ഞത്. ആ വാക്കുകൾ കേൾക്കാം. തെരഞ്ഞെടുപ്പാണല്ലോ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. ഇങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ LDF സർക്കാരിൻ്റെ പുതിയ മദ്യനയത്തിൻ്റെ പേരിൽ ആ LDF സർക്കാരിനെ, പിണറായി സർക്കാരിനെ കടന്നാക്രമിച്ച ആളാണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് മന്ത്രിസഭയിൽ ആലോചിക്കാതെയാണ്. എക്സൈസ് മന്ത്രിയായിട്ടുള്ള M. ലിജുവിനോട് ആലോചിക്കാതെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് ഇത് വലിയൊരു വാക്പോരായി മാറിയിരിക്കുകയാണ്. തന്നോട് ഇത് ആലോചിച്ചില്ല എന്ന് എക്സൈസ് മന്ത്രി ലിജു പറയുന്നു. ലിജുവിന്റെ വാക്കുകൾ. നിലവിൽ കേരളത്തിലെ UDF ഗവൺമെന്റ് എനിക്ക് മനസ്സിലായിടത്തോളം അതിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും തന്നെ ഇല്ല. അതിലൊരു തീരുമാനമുണ്ടായിരിക്കുന്ന ഒരു സാമ്പത്തിക തീരുമാനമാണ്. നിലവിൽ ധനകാര്യ വകുപ്പിലെ GST വകുപ്പ് സെയിൽ ടാക്സ് സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്നതിൽ നിന്നും ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു തീരുമാനവും ഈ ഗവൺമെന്റ് എടുത്തിട്ടില്ല. എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ നയപരമായ ഒരു തീരുമാനവും പ്രഖ്യാപിച്ചിട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണോ വേണ്ടയോ എന്നുള്ള നയപരമായ തീരുമാനത്തിന്റെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത്തരമൊരു നയപരമായ തീരുമാനവും എക്സൈസ് വകുപ്പ് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. അത് നിയമസഭയ്ക്ക് ശേഷം, സമ്മേളനത്തിന് ശേഷം വളരെ കാര്യമായൊരു ചർച്ച എന്ന് പറഞ്ഞാൽ അബ്കാരി നയത്തെ സംബന്ധിച്ച് കാര്യമായൊരു ചർച്ച നടത്താനാണ് വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയും മുന്നണിയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളും, മദ്യവിരുദ്ധ സമിതികൾ, വിവിധ സംഘടനകൾ
വ്യക്തികൾ ഇവരുടെ എല്ലാം അഭിപ്രായം ക്രോഡീകരിച്ച് കേരള സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരള സമൂഹത്തിന് ഗുണകരമായ ഒരു മദ്യനയമായിരിക്കും കേരളത്തിൽ UDF സർക്കാർ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം അതൊരു നികുതിയുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമാണ്, സെയിൽ ടാക്സ് തീരുമാനമാണ്. കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടിയോ എന്നുള്ള നയപരമായ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനത്തിന് എതിരായി രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ മയക്ക് മരുന്നിനെതിരെ സജീവമായ ഒരു ഓപ്പറേഷന് വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് VD സതീശൻ അദ്ദേഹത്തോട് പോലും ആലോചിക്കാതെ, മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് വെക്കാതെ, മന്ത്രിമാരോട് ആരോടും കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായി ഇത്തരമൊരു മദ്യ നയം അദ്ദേഹം അവതരിപ്പിച്ചത്. ഇതിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. ആരും അറിയാൻ പാടില്ല, ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുമ്പോഴേ അറിയൂ. ഇനി ഈ നിർദ്ദേശങ്ങളെ പറ്റി ചർച്ചകൾ ചെയ്ത് ഗവൺമെന്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യുക. അതിനാണ് സഭയിൽ ചർച്ച വരുന്നത്. മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് 0.5% മുതൽ 10% വരെയുള്ള മദ്യത്തിന് 120% നികുതി. 10% മുതൽ 20% വരെയുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന് 175% നികുതി. ഈ ഇനത്തിൽ സർക്കാരിന് 387 കോടി രൂപ പ്രതിമാസം ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഇവിടെ വ്യക്തത വരുത്തേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ മദ്യം എന്ന് പറയുന്നത് കുടുംബശ്രീ പോലുള്ള കൂട്ടായ്മകൾ, നാട്ടിൻപുറത്തെ കർഷക കൂട്ടായ്മകൾ, കർഷകർക്ക് ഒക്കെ തന്നെ ഒരു 50,000 രൂപ അടച്ചതിന് ശേഷം ഒരു ഡിസ്റ്റിലറി തുടങ്ങിക്കൊണ്ട് ചക്ക, കശുമാങ്ങ, വാഴപ്പഴം, പൈനാപ്പിൾ, ജാതിത്തൊണ്ട് തുടങ്ങിയിട്ടുള്ള ഫലവർഗ്ഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാം. പക്ഷേ വിൽപ്പന എവിടെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. ഇതേ കർഷകർക്ക് തന്നെ, ഇതേ കർഷക കൂട്ടായ്മകൾക്ക് തന്നെ പെട്ടിക്കട പോലെ തുറന്ന്, ജ്യൂസ് കട പോലെ തുറന്നുകൊണ്ട് ഈ മദ്യം വിൽക്കാനാകും ഒരുപക്ഷെ എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അല്ലാതെ ഒരു കാരണവശാലും ഈ മദ്യം ബിവറേജസ് കോർപ്പറേഷനിലും ബാറിലും വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ ആളുണ്ടാവില്ല. കാരണം അവിടേക്ക് എത്തുന്നത് വീര്യം കൂടിയ ആൽക്കഹോൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. 99% അങ്ങനെ തന്നെയാണ്. വീര്യം കൂടിയ മദ്യം വാങ്ങിക്കാൻ തന്നെയാണ്. വീര്യം കൂടിയ മദ്യത്തിന് എത്രയാണ് നികുതി? 400 രൂപ വരെയുള്ള മദ്യത്തിന് 241% നിലവിലെ നികുതി. 400 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് 251% നികുതി. അതുകൊണ്ട് ഇപ്പോൾ ബെവ്കോയിലും ബാറിലും കയറുന്നവർ ഈ പറഞ്ഞ 0.5% വരുന്ന മദ്യം വാങ്ങാൻ വേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിപണന ശൃംഖല എന്ന് പറയുന്നത് ഈ ഉൽപ്പാദിപ്പിക്കുന്നവർ തന്നെ അത്തരമൊരു ശൃംഖല കെട്ടിപ്പടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ധനകാര്യ വിദഗ്ധരടക്കം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, സാമൂഹിക നിരീക്ഷകരടക്കം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ വൈനറിയോട് ചേർന്ന് തന്നെ ഒരു ഔട്ട്ലെറ്റ്, അത് ജ്യൂസ് കുടിക്കുന്നത് പോലെ കുടിക്കുകയും ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പുതുതലമുറ, സ്കൂൾ കുട്ടികളടക്കം ഈ വില കുറഞ്ഞ, വീര്യം കുറഞ്ഞ മദ്യം വാങ്ങി ഉപയോഗിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കാരണം അവർക്കിത് സുലഭമായി ലഭിക്കും. അവർക്ക് പ്രായത്തിന്റെ പരിധിയില്ല. അങ്ങനെ ഒരു നിബന്ധന ഇവിടെ സതീശൻ വെച്ചിട്ടില്ല. ഈ 0.5% അടങ്ങുന്ന മദ്യം കുടിക്കുന്നതിന് പ്രായപരിധിയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരം VD സതീശൻ നൽകിയിട്ടില്ല. അതേസമയം ബിവറേജസ് ഔട്ട്ലെറ്റിലും ബാറുകളിലും 18 വയസ്സിൽ താഴെയുള്ളവർക്ക് മദ്യം കൊടുക്കുന്നത് നിയമപരമായി കുറ്റകരമാണ്. പക്ഷേ ഈ 0.5 വരുമ്പോൾ അത് കുറ്റകരമാകുമോ എന്നുള്ളതാണ് ഇവിടെ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് 0.5% ആൽക്കഹോൾ കണ്ടന്റുള്ള ഈ വില കുറഞ്ഞ മദ്യം, അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ, ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ കോളേജ് വിദ്യാർത്ഥികൾ വരെയുള്ളവർ ഈ ഒരു മദ്യം വാങ്ങി ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം വില കുറവാണ്, അതേപോലെ തന്നെ കാര്യമായി കിക്ക് കിട്ടില്ല, എന്നാൽ അതേസമയം അത്യാവശ്യം കിക്കും കിട്ടും. നമ്മൾ ഈ കുട്ടികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൂളെന്നൊക്കെ പറയുന്ന ഈ തമ്പാക്ക് വെക്കുന്നത് പോലെ അവർക്ക് അതിനു പകരമായി ഈ 0.5% മുതൽ 10% വരെ ആൽക്കഹോൾ കണ്ടന്റുള്ള ഈ മദ്യം ജ്യൂസ് പോലെ വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് മക്കളെ അടിച്ച് പൂസായിക്കോ, അടിച്ച് പാമ്പായിക്കോ, അടിച്ച് പൂക്കുറ്റിയായിക്കോ എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ് ഈ ഒരു മദ്യനയം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്ര സുലഭമായി ഈ ഒരു മദ്യം
വിപണിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഉപഭോക്താക്കൾ തീർച്ചയായും നമ്മുടെ പുതുതലമുറ തന്നെയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു വഴിക്ക് തൂഫാനുമായി മുന്നോട്ട് പോകുന്നു, രാസലഹരിക്കായി മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തോട് പോലും ആലോചിക്കാതെയാണ് ഇത്തരമൊരു ബഡ്ജറ്റിൽ ഓർക്കാപ്പുറത്ത് ഉള്ള ഒരു പ്രഖ്യാപനം വി ഡി സതീശൻ നടത്തിയത്. അത് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർത്തതും ഈ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഈ ഒരു വീര്യം കുറഞ്ഞ മദ്യനയത്തിനെതിരെയാണ്. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സതീശനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ആളാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായിട്ടുള്ള VM സുധീരൻ. അദ്ദേഹം തുറന്ന കത്ത് എഴുതിയിരിക്കുകയാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് എതിരായി VM സുധീരൻ അടക്കമുള്ള കോൺഗ്രസ്സുകാർ രംഗത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ നീരസം പുകയുകയാണ്. അതാണ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ, അതാണ് M ലിജുവിന്റെ വാക്കുകൾ. ഇനി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ VM സുധീരനെതിരെ ഈ ഒരു മദ്യനയത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. LDF സർക്കാർ 905 ബാറുകളാണ് പുതിയതായി അനുവദിച്ചത്. അതുപോലെ തന്നെ ഈ ഔട്ട്ലെറ്റുകൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ തോറും വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ തന്നെ കേരളത്തിൽ മദ്യപാനികളുടെ എണ്ണം നമുക്കറിയാം. ക്രിസ്മസ് വരുമ്പോൾ, ഓണം വരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ 50ഉം 100ഉം കോടി രൂപയുടെ കച്ചവടമാണ് കേരളത്തിൽ നടക്കുന്നത്. അതേപോലെ ഈ 0.5% മുതൽ 10% വരെയുള്ള വീര്യം കുറഞ്ഞ മദ്യം നമ്മുടെ നാട്ടിൻ പുറത്ത് അങ്ങോളം ഇങ്ങോളം ഒഴുകുമ്പോൾ കേരളം ഇന്ത്യയുടെ മദ്യ തലസ്ഥാനമായി മാറും. അങ്ങനെ വി ഡി സതീശന്റെ ഈ ഒരു മദ്യനയം മൂലം കേരളത്തിലെ യുവജനങ്ങൾ, കുട്ടികൾ അടക്കമുള്ളവർ പുതിയൊരു മദ്യ സംസ്കാരത്തിലേക്ക് വരും. അങ്ങനെ ചെറിയ തോതിലെ ലഹരിയാണ് പിന്നീട് വളർന്ന് വലിയ ലഹരിയാകുന്നത്. ഈ 0.5% മുതൽ 10% വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള ഈ മദ്യം കുടിച്ച് ശീലിക്കുന്ന വിദ്യാർത്ഥികൾ പിന്നീട് പതുക്കെ ക്രമേണ വലിയ വീര്യമുള്ള മദ്യത്തിലേക്ക്, 40% മേൽ കണ്ടന്റുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യത്തിലേക്ക് നമ്മുടെ യുവതലമുറ മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അങ്ങനെ ഒരു ശീലം കെട്ടിപ്പടുക്കാൻ ഈ ഒരു മദ്യനയം മൂലം കഴിയും. എവിടെ നോക്കിയാലും മദ്യം കിട്ടും. ജ്യൂസ് കട പോലെ മദ്യം വിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം മാറും ഈ ഒരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് എത്രയും വേഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ തന്നെ, അതേപോലെ എക്സൈസ് മന്ത്രി M ലിജു പറയുന്നത് പോലെ അടിയന്തരമായി മന്ത്രിസഭാ യോഗം കൂടി ഇതിൽ തിരുത്തൽ വരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പുതുതലമുറ കുടിച്ച് റോഡിൽ കിടക്കുന്ന കാഴ്ചയാകും നമുക്ക് കാണേണ്ടി വരിക. എവിടെ ഇതിനൊരു മാനദണ്ഡം എന്താണ്? എവിടെയെല്ലാമാണ് ഇത് വിൽക്കുന്നത്? എവിടെയെല്ലാം ഇത് ലഭ്യമാകും എന്നുള്ള കാര്യം പറയേണ്ടിയിരിക്കുന്നു. കാരണം ഉൽപ്പാദകരെ സംബന്ധിച്ച് അവർക്ക് ലാഭമാണ് വരുന്നത്. അതുകൊണ്ട് കർഷക കൂട്ടായ്മയായാലും കർഷകനായാലും 50,000 രൂപ കൊടുത്ത് ലൈസൻസ് വാങ്ങി ഡിസ്റ്റിലറി തുടങ്ങി അവൻ അതിനോട് ചേർന്ന് ഔട്ട്ലെറ്റ് ഉണ്ടാക്കിയാൽ, ഗ്രാമങ്ങൾ തോറും ഔട്ട്ലെറ്റ് ഉണ്ടാക്കിയാൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് ആലോചിക്കുക. അതുകൊണ്ട് ഇത് അടിയന്തരമായി തന്നെ രമേശ് ചെന്നിത്തലയും അതേപോലെ ഇപ്പോൾ തന്നെ എക്സൈസ് മന്ത്രി ലിജുവും VM സുധീരനും അടക്കമുള്ള നിരവധി പേർ ഈ മദ്യനയത്തിന് എതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അവരുടെ ശബ്ദമാണ് ശരി. ഇത് വി ഡി സതീശൻ ഏകാധിപതിയെ പോലെ അടിച്ചേൽപ്പിച്ച ഒരു മദ്യനയമാണ്. കാരണം കഴിഞ്ഞ സർക്കാർ ഇത് പ്രഖ്യാപിച്ചെങ്കിലും അവർ പോലും കൈയറച്ചു ഇത് നടപ്പിലാക്കാൻ. കാരണം ഇതെങ്ങനെ നടപ്പിലാക്കിയാൽ കേരളത്തിലാകമാനം ഇത് മദ്യത്തിൻ്റെ ഒരു പുഴയായി കേരളം മാറും. അതുകൊണ്ട് പിണറായി സർക്കാർ പോലും ഈ ഒരു മദ്യം പ്രഖ്യാപിച്ചെങ്കിലും അത് നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അതിൻ്റെ സാമൂഹികമായ ആഘാതം അത്ര വലുതായിരിക്കുമെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവർ ഒരു 50% ഇതിൽ നിന്ന് പിന്മാറിയത്. 50% ആയി അവർ മുന്നോട്ട് പോവുകയായിരുന്നു. എങ്കിൽ പോലും MP രാജേഷ് അടക്കം ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് അപകടമാണ്. അങ്ങനെ പാർട്ടി കമ്മിറ്റിയിലടക്കം ഇതിൻ്റെ ചർച്ച വന്നിട്ടുണ്ട്. ഉന്നത CPM കമ്മിറ്റിയിലടക്കം ഇതേക്കുറിച്ച് ചർച്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരൊരു മെല്ലപ്പോക്ക് നയം തുടരുകയായിരുന്നു. എന്നാൽ അതേ നയം തന്നെ വി ഡി സതീശൻ ഏകപക്ഷീയമായി നടപ്പിലാക്കി നമ്മുടെ പുതുതലമുറയെ അടിച്ച് പൂക്കുറ്റിയാക്കാൻ ആഹ്വാനം പരോക്ഷമായി നൽകിയിരിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.